ബഷീർ ഓർമ്മകൾ അയവിറക്കിയും ബാല്യകാല സഖിയുടെ 80-ാം വാർഷികം ആഘോഷിച്ചും സാഹിത്യപ്രേമികൾ ബേപ്പൂർ വയലാലിൽ വീട്ടിൽ ഒത്തുചേർന്നു. ബേപ്പൂർ സുൽത്താനെ അടുത്തറിയാൻ കുട്ടികളടക്കം ആയിരക്കണക്കിന് പേർ ഇത്തവണയും വയലാലിലേക്ക് ഒഴുകിയെത്തി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി പരിപാടിയിൽ പങ്കെടുത്തു. വിട പറഞ്ഞ് 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മലയാളിക്ക് എത്ര കണ്ട് പ്രിയങ്കരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് തെളിയിക്കുന്നതായിരുന്നു വയലാലിൽ വീട്ടിലെ സന്ദർശക പ്രവാഹം. ബഷീറിൻ്റെയും പാത്തുമ്മയുടെയും വേഷങ്ങളണിഞ്ഞ് ബഷീറിൻ്റെ കുടുംബത്തെ കാണാനും ബഷീർ സാഹിത്യത്തെ അടുത്തറിയാനുമായി കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത്തവണയും എത്തി. ബഷീറിന് തണലേകിയ മാംഗോസ്റ്റിൻ മരവും വീട്ടിലൊരുക്കിയ ബഷീറിൻ്റെ ജീവിതചിത്രങ്ങളടങ്ങിയ ഫോട്ടോ പ്രദർശനവും കുട്ടികൾക്ക് നവ്യാനുഭവം പകർന്നു. 30-ാം ചരമവാർഷിക ദിനത്തിൽ നടന്ന ചടങ്ങിൽ അബ്ദുൽ സമദ് സമദാനി MP അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് പലതും ഇങ്ങനെ ചോർന്നു പോകുന്ന ഒരു കാലത്താണ് ഇത്തവണ ബഷീറിനെ ഓർക്കുന്നത്. ആ ചോർന്നു പോകുന്ന സ്ഥാനങ്ങളിൽ നവീനമായൊരു മൂല്യ നിർദ്ധാരണം ബഷീറിലൂടെ സാധിക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എല്ലാ വർഷവും ഈ ഒത്തുകൂടുന്ന ഈ മനുഷ്യർ, ഈ വ്യക്തികൾ, അവരുടെ പാരസ്പര്യം അതും ബഷീറാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഷീർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഷീറിൻ്റെ കൃതികൾ ഇന്നത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവണമെന്ന് സഞ്ചാര സാഹിത്യകാരൻ സന്തോഷ് ജോർജ് കുളങ്ങര അഭിപ്രായപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ നിന്ന്, മലയാള ഭാഷയിൽ നിന്ന്, മലയാള സംസ്കാരത്തിൽ നിന്ന്, നാടിൻ്റെ സംസ്കൃതിയിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ നാടിൻ്റെ നന്മകൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആഴ്ചയിൽ ഒരു ചാപ്റ്ററെങ്കിലും വെച്ച് ക്ലാസ് മുറികളിൽ ബഷീറിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്ന ഒരു പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രവി DC അധ്യക്ഷനായ ചടങ്ങിൽ ബഷീറിൻ്റെ മക്കളായ ഷാഹിന, അനീസ് തുടങ്ങിയവരും പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ സാഹിത്യനഗരം ബഷീർ ദിന പരിപാടി സംഘടിപ്പിച്ചു. ബഷീറിൻ്റെ വിവിധ കഥാപാത്രങ്ങളായി നടക്കാവ് സ്കൂൾ വിദ്യാർത്ഥികൾ കോർപ്പറേഷൻ ഓഫീസിലെത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.